സ്ക്രോട്ടൽ സൈറ്റ് എന്ന് പറയും. സ്ക്രോട്ടൽ സൈറ്റ്. അപ്പൊ ഈ സ്ക്രോട്ടൽ സൈറ്റില് ഇടതുവശത്തും വലതുവശത്തുമായിട്ട് മുട്ടയുടെ ആകൃതിയിലുള്ള ടെസ്റ്റിസ് സ്ഥിതി ചെയ്യും. അപ്പൊ കൗമാരത്തിലെ ഈ ടെസ്റ്റിസ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ടെസ്റ്റിസിന് രണ്ട് രീതിയിലുള്ള പ്രവർത്തനമാണുള്ളത്. ഒന്ന് ഹോർമോണുകൾ സ്രവിപ്പിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഹോർമോണുകളെ രക്തത്തിലേക്ക് നേരിട്ട് തള്ളിയും. അതാണ് നമ്മുടെ ആൻഡ്രോജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റെറോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺ. അങ്ങനെയുള്ള ഹോർമോൺ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ശബ്ദ വ്യത്യാസം വരും, മുഖത്ത് മീശ വരും, ആഡംസ് ആപ്പിൾ എന്ന് പറയുന്ന പോലുള്ള മുഴകൾ വരും, നെഞ്ചിന് വിരിവ് വരും. അതിന് പുറമെ ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന പ്രധാന പ്രതിഭാസം ഒന്ന് നമ്മൾ നോക്ടൂർണൽ എമിഷൻ എന്ന് പറയുന്നു. നോക്ടൂർണൽ എമിഷൻ. അപ്പൊ ഞാൻ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള ഇതുപോലുള്ള സദസ്സിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ആൺകുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങള് നിങ്ങളുടെ പെൺകുട്ടികളും മനസ്സിലാക്കും, പെൺകുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങള് ആൺകുട്ടികളും അറിയാം. കാരണം ഇത് ഒരു കാലത്ത് നിങ്ങളുടെ മാതാവിനോ അല്ലെങ്കിൽ പിതാവിനോ ഉണ്ടായ പ്രശ്നം, അതുപോലെ നിങ്ങളുടെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നം, ഭാവിയില് നിങ്ങൾക്കുണ്ടാകുന്ന ആൺകുട്ടിക്കുണ്ടാകുന്ന പ്രശ്നം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അമ്മമാരാകുമ്പോൾ നിങ്ങളുടെ ആൺകുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഈ പ്രായത്തില് ആൺകുട്ടികളില് ഞങ്ങളുടെയൊക്കെ പ്രായത്തില് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും പറഞ്ഞു തരാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആധുനിക കാലഘട്ടത്തിലെ അത്തരം